അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. യൗമുൽ ഖർർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബ്ദുല്ലാഹ് ഇബ്നു ഖുർറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഫ്ളലൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർർ. അബ്ദുല്ലാഹ് ഇബ്നു ഖുർറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത് യൗമുൻ നഹർ, ബലിപെരുന്നാളിൻ്റെ ദിവസവും, സുമ്മ യൗമുൽ ഖർർ, പിന്നെ യൗമുൽ ഖർറിൻ്റെ ദിവസവുമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ദിവസങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ ഹദീസിൻ്റെ വിഷയം. അള്ളാഹു കാലങ്ങളിലും സമയങ്ങളിലും ചിലതിനേക്കാൾ മുൻഗണനയും മഹത്വവും നൽകിയിട്ടുണ്ട്. മാസങ്ങളിൽ റമളാനിന്, രാത്രികളിൽ ലൈലത്തുൽ ഖദറിന്, പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് പകലുകളെക്കുറിച്ചാണ് ഈ ഹദീസ് സംസാരിക്കുന്നത്. ഒന്ന് ദുൽഹജ്ജ് 10 അഥവാ യൗമുൻ നഹർ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ട ധാരാളം കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ദുൽഹജ്ജ് 10-നാണ്, ജംറയിലെ കല്ലേറ് ഉൾപ്പെടെ. അതേ ദിവസം തന്നെയാണ് ഹജ്ജിന് പോകാത്തവർ സ്വന്തം നാടുകളിൽ ബലിയെറുക്കാൻ ആരംഭിക്കുന്നതും. ആ ദിവസത്തെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാം ദിവസമായി എണ്ണിയത്. രണ്ടാം ദിവസം യൗമുൽ ഖർർ അഥവാ ദുൽഹജ്ജ് 11-ആണ്. ഖർർ എന്നാൽ ഒരിടത്ത് സ്ഥിരമായിരിക്കുക, വിശ്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഹാജിമാർ പ്രധാന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മിനയിൽ വന്ന് തങ്ങുന്ന ദിവസമാണ്. അതിനാലാണ് അതിന് യൗമുൽ ഖർർ എന്ന് പേര് കിട്ടിയത്. അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നതും യൗമുൽ ഖർറിലാണ്. ഭക്ഷിക്കാനും കുടിക്കാനും അള്ളാഹുവിനെ ഓർക്കാനുമുള്ള ദിവസങ്ങളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അയ്യാമു തശ്രീഖിൻ്റെ ഒന്നാം ദിവസമാണ് യൗമുൽ ഖർർ. അള്ളാഹു മഹത്വം നൽകിയ ദിവസങ്ങളെ മഹത്വവൽക്കരിക്കാനും ആദരിക്കാനും പരമാവധി ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ദിക്റുകളിലും ഏർപ്പെടാനും നമുക്ക് സാധ്യമാകണം. കുടുംബ സന്ദർശനങ്ങളും പാവങ്ങളെ ഭക്ഷിപ്പിക്കലും എല്ലാമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠമായ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് കഴിയണം. ഒന്നാമത്തേത് ത്യാഗത്തിൻ്റെ പെരുന്നാൾ ദിവസമാണെങ്കിൽ, രണ്ടാമത്തേത് മിനയിലെ ശാന്തതയുടെ പ്രാർത്ഥനാ ദിവസമാണ്. അള്ളാഹു അനുഗ്രഹിച്ച ഈ ദിനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.